IPL ലേലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വമ്പൻ താരങ്ങളാണ് ഓരോ ടീമിലേക്കും പോയിരിക്കുന്നത്. അപ്പോൾ IPL ഓപ്ഷനിൽ ഓരോ ടീമുകൾ വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK നേരത്തെ തന്നെ രവീന്ദ്രയെ ടീമിലെത്തിച്ചു. അതുപോലെ ഷർദുൽ താക്കൂർ, ഡാറി മിച്ചൽ ഇവരെയും CSK വാങ്ങിയിരിക്കുകയാണ്. രവീന്ദ്രയെ വിലക്കുറവിലാണ് CSK ടീമിന് ലഭിച്ചത്. 1.8 CR മാത്രമേ ആയിട്ടുള്ളൂ. ഷർദുൽ താക്കൂറിന് 4 കോടി, പക്ഷേ ഡാറി മിച്ചലിന് 14 കോടി CSK കൊടുത്തു. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിറ്റുപോയ താരങ്ങളെ നോക്കിയാൽ മലയാളി താരം രോഹൻ കുന്നുമേൽ അൺസോൾഡായി. അതുപോലെ തന്നെ ചേതൻ സക്രിയ 50 ലക്ഷം കൊൽക്കത്ത വാങ്ങി. ശിവമാവി 6 കോടി ലക്നൗ വാങ്ങി. ജയദേവ് ഉൺഗഡ് 1 കോടി SRH വാങ്ങി. ദിൽഷൻ മധുചൻഗയാണ് ഇപ്പോൾ മുംബൈ വാങ്ങിയിരിക്കുന്നത്. 4 കോടിക്കാണ് താരത്തെ ടീമിലെത്തിച്ചിരിക്കുന്നത്. KS ഭരതിനെ 50 ലക്ഷത്തിന് കൊൽക്കത്ത വാങ്ങി. ട്രിസ്റ്റൻ സ്റ്റബ്സിനെ ഡൽഹി 50 ലക്ഷത്തിന് വാങ്ങി. ഷാറുഖ് ഖാനെ ഗുജറാത്താണ് വാങ്ങിയിരിക്കുന്നത്, 7 കോടി. അതുപോലെ തന്നെ RCB ഒരു സൂപ്പർ താരത്തെ ടീമിലെത്തിച്ചു. അത് മറ്റാരുമല്ല, ടോം കറനാണ്. 1 കോടി 50 ലക്ഷത്തിനാണ് RCB ടോം കറനെ വാങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ലേലത്തിൽ റെക്കോർഡ് തുക ലഭിച്ചത് സ്റ്റാർക്കിനായിരുന്നു, 24 കോടി. അടുത്ത റെക്കോർഡ് പാറ്റ് കമ്മിൻസിനായിരുന്നു, 20 കോടി. ഈ 2 താരങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൈസിൽ വിറ്റുപോയിരിക്കുന്നത്. ഇനിയും ഒരുപാട് താരങ്ങളെ വിളിക്കാനുണ്ട്. വലിയ താരങ്ങളെല്ലാം ഒരുവിധം വിറ്റുപോയിരിക്കുകയാണ്. ഹസരംഗയെ 1.5 കോടിക്ക് SRH വാങ്ങി. മുംബൈ വാങ്ങിയതിൽ ഏറ്റവും മികച്ചൊരു ബൗളർ അത് കോട്ടസിയാണ്. ബുംറയ്ക്കൊപ്പം നിൽക്കുന്ന താരമാണിത്. 5 കോടിക്കാണ് കോട്ടസിയെ മുംബൈ വാങ്ങിയത്. ഹർഷൽ പട്ടേലിന് 11 കോടിക്ക് പഞ്ചാബ് വാങ്ങി. ലേലം വിളി അവസാന ഘട്ടത്തിലാണ്. ഫുൾ ലേലം വിളി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടീമുകളും വാങ്ങിയ താരങ്ങളുടെ ഫുൾ ലിസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.